ഞാൻ കഴിച്ചിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ചുകൂടി പാലെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കാം. ഇനി ഈ പാലും കസ്റ്റാർഡ് പൗഡറും കൂടി നന്നായിട്ടൊന്ന് കട്ടയില്ലാതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സ് നമുക്ക് ഈ തിളച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇത് ഏകദേശം ഒന്ന് കുറുകിയ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ. അങ്ങനെ നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 3rd ലെയർ ആയിട്ട് നമുക്ക് ബാക്കി ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഒഴിക്കണം. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ടോപ്പ് ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ്. 250 ml പകുതി ഫ്രഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് നമുക്ക് പുഡിങ്ങിൻ്റെ ടോപ്പ് ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസ്തയും ബദാമുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു മിനിമം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.